പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പ് അതനുസ്മരിക്കുവാനും അതിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാനും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് ഈ തപസ് കാലവും വിശുദ്ധവാരവുമൊക്കെ. യേശുവിലൂടെയാണ് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും മനുഷ്യന് സമ്പൂർണമായ വിമോചനം ലഭിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹന മരണ ഉയർപ്പാണ് മനുഷ്യജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് അനുഗ്രഹത്തിന് അവനെ സഹായിക്കുന്നത്. യേശുവിലൂടെ നിറവേറ്റപ്പെട്ട ഈ പെസഹ രഹസ്യങ്ങളാണ്. ഇതൊരു ചരിത്ര സംഭവം കൂടിയാണെന്ന് നമുക്കറിയാം. ആ രക്ഷാകര രഹസ്യങ്ങൾ അത് യുഗാന്ത്യം വരെ ഈ ഭൂമിയിൽ നിലനിന്നുകൊണ്ട് അത് സ്വന്തമാക്കുവാൻ ദൈവം നമുക്ക് നൽകുവന്ന അവസരമാണ് ഓരോ വിശുദ്ധ കുർബാനയും. ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കെടുത്തുകൊണ്ട് യേശുവിലൂടെ സർവശക്തനായ ദൈവം ലോകത്തിന് നൽകിയ ആ രക്ഷാകരമായ അനുഭവം സ്വന്തമാക്കുവാൻ നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. ഭക്തിയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ പരിശുദ്ധമായ ഈ ബലി വിശ്വാസത്തോടും ഭക്തിയോടും കൂടി അർപ്പിക്കുവാൻ നമ്മുടെ ജീവിതത്തിലെ വീഴ്ചകളെ ദൈവസന്നിധിയിൽ എളിമയോടെ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയാൽ ന്യൂനതയുള്ളവരായി തീർന്ന ഞങ്ങൾ അങ്ങേ ജാതനായ ഏകപുത്രൻ്റെ പീഡാസഹനം വഴി ഉജ്ജീവിപ്പിക്കപ്പെടുവാൻ കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം.
ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി. അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറിക്കുകയില്ല. മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ആകാശത്തെ സൃഷ്ടിച്ച് വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ നിവാസികൾക്ക് ജീവൻ നൽകുകയും അതിൽ ചരിക്കുന്നവർക്ക് ആത്മാവിനെ നൽകുകയും ചെയ്യുന്ന ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാനാണ് കർത്താവ്. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ചു നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എതിരാളികളും ശത്രുക്കളുമായ ദുർവൃതർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീരും. കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയമറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല. കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. കർത്താവ് കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഞങ്ങളുടെ രാജാവേ വാഴുക. ഞങ്ങളുടെ തെറ്റുകളിൽ അങ്ങേക്ക് മാത്രം അലിവ് തോന്നിയല്ലോ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം. ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. വചനം ശ്രവിക്കാം, ഹൃദയം തുറക്കാം. ദൈവം അരുളും തിരുമൊഴികൾ കേൾക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 12, വാക്യങ്ങൾ 1 മുതൽ 11 വരെ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു: എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവൻ ഒരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എടുത്തിരുന്നതും കൊണ്ടുമാണ്. യേശു പറഞ്ഞു: അവളെ തടയേണ്ട. എൻ്റെ ശവസംസ്കാരത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞ് വലിയൊരു ഗണം യഹൂദർ അവിടേക്ക് വന്നു. അവർ വന്നത് യേശുവിനെ ഉദ്ദേശിച്ച് മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാൻ കൂടിയാണ്.
ലാസറിനെ കൂടി കൊല്ലുവാൻ പുരോഹിത പ്രമുഖന്മാർ ആലോചിച്ചു. എന്തെന്നാൽ അവൻ നിമിത്തം യഹൂദരിൽ വളരെ പേർ അവരെ വിട്ട് യേശുവിൽ വിശ്വസിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതിയും. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, യേശുവിൽ അനേകർ വിശ്വസിക്കുന്നത് കണ്ട് യഹൂദ ജനപ്രമാണികളും പുരോഹിതരും യേശുവിനെ കൊല്ലുവാനായിട്ട് യേശുവിൻ്റെ പരസ്യകാലത്ത് പലവട്ടം ശ്രമിച്ചിരുന്നുവെന്ന് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മരിച്ച ലാസറിനെ 4-ാം ദിവസം യേശു ഉയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അനേകർ ഈശോയിലേക്ക് വിശ്വസിക്കുവാൻ തുടങ്ങി. ഇത് യഹൂദ പ്രമാണിമാരെ, യഹൂദ നിയമജ്ഞരെയൊക്കെ വളരെ വെറുപ്പ് ഉളവാക്കി. യേശുവിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ യേശുവിനെ വധിക്കുവാനായിട്ട്, യേശുവിനെ എങ്ങനെയെങ്കിലും കള്ളക്കേസുകളിൽ, ഏതെങ്കിലും അപരാധങ്ങളിൽ ചുമത്തി വധിക്കാനായിട്ട് അവർ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് അതിന് സമാനമായ ഒരു പശ്ചാത്തലമാണ്. എന്നാൽ യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് മനുഷ്യൻ്റെ പാപത്തെയും മരണത്തെയും ഇല്ലായ്മ ചെയ്യുവാനാണെന്ന് നമുക്കറിയാം. അത് മരണത്തിലൂടെയാണ്. യേശു മരിച്ചുകൊണ്ടാണ് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ പാപത്തിനും അവൻ്റെ ജീവിതത്തിലെ എല്ലാ തിന്മകൾക്കും അറുതി വരുത്തിയതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ പെസഹ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാര ആ കാലഘട്ടത്തിൽ യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശ്വസിക്കുവാനും ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാനും നമുക്ക് കഴിയണം. യേശു തരുന്ന രക്ഷയിലൂടെ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ സുരക്ഷിതത്വവും സമാധാനവും നിത്യജീവനും ലഭിക്കുകയുള്ളൂവെന്ന് ഒരു വിശ്വാസി തിരിച്ചറിയണം. ഈ വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് നമ്മൾ അത് പങ്കുചേരാനായിട്ട് ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ഭവനങ്ങളിൽ കടന്നു വരും. നമ്മുടെ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവ് നേടിയ രക്ഷയുടെ അനുഭവം, നമുക്ക് നേടിത്തന്നിരിക്കുന്ന രക്ഷയുടെ അനുഭവം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ യേശുവിലൂടെ നേടിയ, യേശു നമുക്ക് നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ കാലഘട്ടത്തിൽ, പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ, മനുഷ്യൻ ഭയത്തിനടിമപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ, പലവിധ രോഗപീഠകൾ മനുഷ്യജീവിതങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ഈശോ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുവാനും ആ ഈശോ നമുക്ക് നേടിത്തന്ന രക്ഷ, ആ രക്ഷാകരമായ പീഡാസഹന മരണ ഉയർപ്പിൻ്റെ അനുഭവങ്ങളിൽ വിശ്വസിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വസിച്ച് ജീവിച്ചാൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നും നമ്മളെ തകർക്കുകയില്ല. കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു പരിപാലിച്ച് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശുദ്ധമായ ഈ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് നമുക്ക് ഈ ബലിയിൽ പ്രത്യേകം പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ലോകം പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു പോകുന്നു. മഹാമാരികളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ലോകത്തെ ദൈവമേ, നിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളിലൂടെ സമാധാനത്തിലും സുരക്ഷിതത്വത്തിലും സന്തോഷത്തിലും മനുഷ്യജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പോലെ നാഥ
തിരി പോലെ നാദാ, നിൻ തിരുമുൻപിൽ നിൽപ്പൂ ഞാൻ ഉരുകുമിൻ ഹൃദയവുമായി. സാദരമൊരു നൽ കാണിക്കയായെന്നും കൈക്കൊള്ളു എന്നെ നീ കരുണാമയ. പ്രിയ സഹോദരീ സഹോദരന്മാരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേകരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാവട്ടെ. കർത്താവെ, ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ കാരുണ്യപൂർവം തൃക്കൺ പാർക്കുകയും ഞങ്ങളുടെ ശിക്ഷാവിധി ഇല്ലായ്മ ചെയ്യുവാൻ അങ്ങ് കനിവാർന്ന് മുൻകൂട്ടി കണ്ടത് ഞങ്ങളിൽ നിത്യജീവൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ അനുഗ്രഹം നൽകുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും മഹനീയമായ ഉത്ഥാനത്തിൻ്റെയും ദിനങ്ങൾ ആസന്നമായിരിക്കുന്നു എന്നത് സുവിദിതമാണല്ലോ. അതുവഴി പുരാതന ശത്രുവിൻ്റെ അഹങ്കാരം തകർത്ത് വിജയം വരിച്ച് ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കപ്പെടുന്നു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ പ്രാഭവം ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദഭരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കാ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ
തിരുശരീരവും തിരുരക്തവുമാ തീരുമാറാകട്ടെ. അവിടന്നൊറ്റിക്കൊടുക്കപ്പെട്ടു സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്തു കൃതജ്ഞത പ്രകാശിപ്പിച്ചു മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്തു വീണ്ടും അങ്ങേക്കു കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇതു നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനാ ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മറ്റെല്ലാ മെത്രാന്മാരോടും സകല വൈദികരോടും സന്യാസിനികളും സുവിശേഷ പ്രഘോഷകരും വിശ്വാസികളും ഉൾപ്പെട്ട സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും
അവരുടെ ആഗ്രഹങ്ങളെയും കർത്താവെ അനുഗ്രഹിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനോടും വിശുദ്ധ ക്ലാരയോടും വിശുദ്ധ അന്തോനീസിനോടും വിശുദ്ധ പാദ്രുപ്പിയോടും വിശുദ്ധ ജോൺ പോൾ പാപ്പായോടും വിശുദ്ധ ഫൗസ്റ്റീനായോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പത്താംബിയൂസ് പാപ്പയോടും സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം സകലതും നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തും. ജീവിതത്തിലെ ഏത് നിമിഷവും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭയത്തിൻ്റെ അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റും വ്യാപരിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവമെല്ലാം നന്മയായി രൂപാന്തരപ്പെടുത്തും. ഈ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ദൈവകൃപ യാചിച്ചുകൊണ്ട് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്കൊരുമിച്ച് ആലപിക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടണം. അന്നന്നു വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് എപ്പോഴും പാപത്തിൽ നിന്ന് ഞങ്ങൾ മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ എൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖം നേടുവാൻ. ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവ് തോന്നണമേ. പാപിയാമെന്നിൽ ഓ ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധേ, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവ് തോന്നണമേ. പാപിയാമെന്നിൽ ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പു ഞാൻ. ദിവ്യകാരുണ്യമേ, എൻ്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം കാത്തിരിപ്പു ഞാൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ സന്ദർശിക്കുകയും ദിവ്യരഹസ്യങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾ നിതാന്ത ജാഗ്രതയാർന്ന കാരുണ്യത്താൽ സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങേ ദയാവായ്പിനാൽ ഇവർ ഉൾക്കൊള്ളുന്ന നിത്യരക്ഷയുടെ ഔഷധം അങ്ങേ സംരക്ഷണത്താൽ കാത്തു സൂക്ഷിക്കുവാനിടയാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനും സമാധാനത്തിനും സാക്ഷ്യം നൽകി ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു